ശശി തരൂര് വീണ്ടും, ഇത്രയും പറഞ്ഞാൽ മതി, ഏവർക്കും അറിയാം, തരൂര് സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെതിരെയാണ്, നരേന്ദ്രമോദിയെ വാഴ്ത്തിക്കൊണ്ടും. നരേന്ദ്രമോദിയുടെ പ്രസംഗം അവിടെ പോയി സദസ്സിലിരുന്ന് കേട്ടു. അത് അങ്ങനെ ഇരിക്കാൻ തന്നെ തനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞ് അദ്ദേഹം എക്സിൽ കുറിച്ചു. ഉണ്ടായി. അതെ, പിന്നീട് നടന്ന കോൺഗ്രസിൻ്റെ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുത്തില്ല എന്നുള്ളതുമാണ്. ഒരിക്കൽ കൂടെ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇല്ല, വെട്ടിലാക്കി കുഴിയിൽ ചാടിച്ചിരിക്കുകയാണ് കോൺഗ്രസിനെ. അതായത് ചവിട്ടിയിട്ടും തുപ്പിയിട്ടും ചീത്ത പറഞ്ഞിട്ടും ഒന്നും കോൺഗ്രസ് പുറത്താക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. കോൺഗ്രസിന് അറിയാം, പുറത്താക്കിയാൽ ഒറ്റയ്ക്കല്ല പുറത്തു പോവുക എന്നുള്ളത്. ഉറപ്പായിരിക്കും. ഒരു സംഘത്തിനെ കൊണ്ടുപോകാൻ ഉള്ള സാധ്യത ഉണ്ട്. അതാണ് തരൂരിനെ പുറത്താക്കിയാലുള്ള ഭയം, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെ വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ, എത്ര വിമതരാണ്. സീറ്റ് കിട്ടാത്തവർ മുഴുവൻ വിമതരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പം എന്തായാലും 250ഓളം KPCC ഭാരവാഹികൾക്ക് സ്ഥാനം കൊടുക്കാൻ, MLA സ്ഥാനം കൊടുക്കാൻ പറ്റില്ലല്ലോ. ഏറിയാൽ 90, അതിൽ കൂടുതൽ 140 ഘടകകക്ഷികളിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. 90 തന്നെ അത്ഭുതമാണ് കിട്ടിയാൽ. 90 സീറ്റ് കോൺഗ്രസിന് കിട്ടിയാൽ തന്നെ എത്ര പേർക്ക് സീറ്റ് കൊടുക്കാൻ കഴിയും? ബാക്കിയുള്ള വിമതരും വിമർശിച്ച് നിൽക്കുന്നവരും സ്വതന്ത്രനായിട്ട് നിൽക്കാൻ പോകുന്നവനും തരൂർ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടെ നിന്നാൽ എന്താ കുഴപ്പം? NDAയുടെ വോട്ടും സപ്പോർട്ടും പണവും എല്ലാം കിട്ടും, ഇലക്ഷന് സുഖമായിട്ട് നിൽക്കുകയും ചെയ്യാം. അപ്പം അതുകൊണ്ട് തരൂർ ചിലയ്ക്കുമ്പോൾ ചില വശക ചിലയ്ക്കും പോലെയാണെന്ന് പറയുന്നത്. എല്ലാ പക്ഷിക്കും ചിലയ്ക്കാം, പക്ഷെ വശക ചിലച്ചാൽ കുഴപ്പമാണ്. അത് എന്തോ അശനിപാതം കൊണ്ടുവരുന്നു എന്നാണ് പല അമ്മൂമ്മമാർ പറയും. മിണ്ടാതെ പോ, വലിയ ദോഷം ഉണ്ടാക്കുന്നതാണ് മരത്തിരുന്ന് ചിലയ്ക്കുന്നത് എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനത്തെ ഒരു സാധനമാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും തുഞ്ചത്തെ ശിഖരത്തിലിരുന്ന് ചിലയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നത്, നരേന്ദ്രമോദി വാ പൊളിച്ചാൽ വികസനമേ പറയൂ, ആ വികസന നായകനെ കണ്ടിട്ട് എനിക്ക് രോമാഞ്ചം കൊള്ളുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഇപ്പം കോൺഗ്രസും അതിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും KC വേണുഗോപാലും അടക്കം പറയുന്നത് വികസനമൊന്നും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ചോരിയാണ് നടത്തുന്നത്. വോട്ട് ചോരി മുതലുള്ള ചോരിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അമേരിക്ക കാണുമ്പോൾ പേടിച്ചോടുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ശശി തരൂര് വലിയ വായിൽ അദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം അവദാനം പറയുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം അറിയാമോ, ഇതിൽ എത്ര പേര് എതിർക്കും, ഇതിൽ എത്ര പേര് അനുകൂലിക്കും, എത്ര പേര് മൗനം പാലിക്കും എന്നറിഞ്ഞാലേ അവരെ സമീപിച്ച് അവരെ കൂടെ നമ്മുടെ കൂടെ കൂട്ടി നിർത്താൻ പറ്റും. എതിർക്കുന്നവൻ്റെ അടുത്ത് പോകണ്ടല്ലോ, അനുകൂലിക്കുന്നവൻ്റെ അടുത്ത് ഉടനെ തന്നെ ഓടി വാങ്ങി വന്ന് പറയാം. മൗനം പാലിക്കുന്നവരുടെ അടുത്ത് ചോദിക്കുക, എന്താ ഞാൻ ഒന്നും പറഞ്ഞിട്ട് മിണ്ടാത്തേ, അപ്പോൾ എൻ്റെ അഭിപ്രായമാണോ താങ്കൾക്കും? എന്നാൽ നമുക്ക് ഒന്നിച്ചൊരു തരൂർ കോൺഗ്രസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ തൻ്റെ പേരിലൊരു കോൺഗ്രസ് ഉണ്ടാക്കാം, ഞാൻ അതിൻ്റെ കൂടെ നിന്നോളാം, നമുക്ക് നരേന്ദ്രമോദിജിയുടെ സപ്പോർട്ടും കൂടെ കിട്ടും, അവർ വേണ്ട ഘടകകക്ഷി അല്ലെങ്കിൽ പുറമേ നിന്ന് പിന്തുണ എന്ത് വേണേലും അവർ ചെയ്തു തരും. അപ്പം നമുക്ക് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് പിളരുമെന്ന്, നമുക്കൊന്ന് പിളർത്തിയാൽ എന്താ എന്ന് ഉള്ള സെറ്റപ്പ് വരെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ടോ എന്ന് അദ്ദേഹം ആരായുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് എന്നിട്ടും കോൺഗ്രസ് നേതൃത്വം എന്താ സൈലൻ്റ് ആയി നിൽക്കുന്നത്? അല്ലെ, നേതൃത്വത്തിന് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് തന്നെയാണ് ഇന്ത്യ മുന്നണിയിലും വരുന്ന പ്രശ്നം. ഇന്ത്യ മുന്നണിയിലെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. ഘടകകക്ഷികൾ തമ്മിൽ കോൺഗ്രസിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ കോൺഗ്രസിനൊരു വീക്ഷണമില്ല, സമീപനമില്ല. ഇപ്പം തന്നെ ഇന്ത്യയിൽ ഇത്രയും വലിയ ബ്ലാസ്റ്റ് നടത്താൻ ഒരു ടീം പ്ലാൻ ഇട്ടു. 32 ഇടങ്ങളിൽ 32 മുംബൈയാണ് അവർ ആവർത്തിക്കാൻ ശ്രമിച്ചത്. ഇതിന് പുറമെ ഹെലികോപ്റ്ററിൽ കൂടെ അല്ല ഡ്രോൺ വഴിയൊക്കെ ആക്രമണം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യക്കകത്തൊരു ആഭ്യന്തര യുദ്ധത്തിനാണ് കളമൊരുക്കിയത്. അതിന് പോലും അനുകൂലമായിട്ടാണ് കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയൊക്കെ നാവ് പൊങ്ങുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ അവരെ ആര് സപ്പോർട്ട് ചെയ്യും? പ്രതിപക്ഷമാണ്, പ്രതിപക്ഷത്തിൻ്റെ ജോലി എതിർക്കലാണ്. പക്ഷെ ഏതിനെ എതിർക്കണം? അവർ രാജ്യത്തിനെ എതിർത്താൽ, പിന്നെ ജനങ്ങളെ എതിർത്താൽ, ജനങ്ങളുടെ സുരക്ഷയെ എതിർത്താൽ, നമ്മുടെ പോലീസിനെ എതിർത്താൽ, പട്ടാളത്തിനെ എതിർത്താൽ, പിന്നെ അവരാരെയാണ് അനുകൂലിക്കുക? പാകിസ്ഥാൻകാരെയോ അതോ തീവ്രവാദികളെയോ?
ഈ ചോദ്യമല്ലേ ജനങ്ങൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നോർത്ത് ഇന്ത്യ മുഴുവൻ. അതുകൊണ്ടല്ലേ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ വരുന്ന അവസ്ഥ വരുന്നത്. എത്ര ദയനീയമായി ബീഹാറിലെ പരാജയം. പാഠം പഠിക്കണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തരൂരിൻ്റെ ഇത്തരത്തിലുള്ള ഈ പ്രസ്താവനകളൊക്കെ ഇവിടെ ദോഷമായിട്ടും വരാൻ സാധ്യതയില്ല. തദ്ദേശം അതിന് പിന്നാലെ നിയമസഭയാണ്. അല്ലാതെ തന്നെ ദോഷമായി കഴിഞ്ഞല്ലോ. അതായത് നിലമ്പൂർ ഇലക്ഷന് UDF സമീപിച്ച രീതിയിൽ ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനെ പോലും UDFന് സമീപിക്കാൻ പറ്റുന്നില്ലല്ലോ. ഉണ്ടോ? അന്നുണ്ടാക്കിയ ആ ഒരു ശക്തിയും യുക്തിയും വാദവും പോലും 4 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ ആ 4 ഉപതെരഞ്ഞെടുപ്പെടുത്ത സ്ട്രാറ്റജിയും ഐക്യവും ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള ആ ത്വരയും ഇന്നില്ല. പോട്ടെ, ഇത് തദ്ദേശ സ്വയംഭരണമാണ്, ഒരുപാട് സീറ്റുകളുണ്ട്, അത് താഴെത്തട്ടിൽ നിങ്ങൾ വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് പറയാം. പക്ഷേ മോളിൽ നിന്നൊരു കോർഡിനേഷൻ വേണ്ടേ? ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണ്, ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ ജയിച്ചത് കൊണ്ടുള്ള ആവശ്യകത എന്താണെന്ന് ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്താൻ ഈ എട്ടും പൊട്ടും തിരിയാത്ത സ്ഥാനാർത്ഥി പോരല്ലോ. ഇപ്പം എല്ലാ 23,000-ലധികം സ്ഥാനാർത്ഥികളുണ്ട്. ഈ അത് 3 മുന്നണിയാകുമ്പോൾ ഏതാണ്ട് 75,000 പേരുണ്ട്. 75,000 പേരും മൈക്ക് വെച്ച് വിളിച്ചുകൊണ്ട് നടക്കുകയാണ്, ഞാൻ വികസന നായകനാണ്, ഞാൻ വികസനത്തിൻ്റെ ജിഗ്വയാണ്, വിപ്ലവത്തിൻ്റെ തീജ്വാലയാണ്, തീപ്പൊരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആളിൽ ചെവി പൊത്തിക്കൊണ്ട് നടക്കുകയാണ്. ഇത് കേട്ട് ആളുകൾക്ക് മടുത്തു. കാരണം 75,000 പേരാ ഇവിടെ കിടന്ന് കേരളം മുഴുവൻ കിടന്ന് ബാളം വെച്ചുകൊണ്ടിരിക്കുന്നത് 3 മുന്നണിയിലുമായിട്ട്. പിന്നെ സ്വതന്ത്രന്മാർ വേറെയുണ്ട്. ഇത് കേട്ട് ജനം മടുത്തിരിക്കുക. ഈ അവസ്ഥയിൽ ഒരു മുന്നണിക്ക് ഒരു സ്റ്റാറ്റസ് വേണ്ടേ, ഒരു സ്റ്റാൻഡ് വേണ്ടേ? ഇതിനെ മുഴുവൻ മുകളിൽ നിൽക്കുന്ന ഒരു ശബ്ദം അവർക്ക് പറയാൻ കഴിയണ്ടേ? അത് കഴിയുന്നില്ല. അല്പമെങ്കിലും കഴിയുന്നത് NDAക്കാണ്. അനന്തപുരിയുടെ വികസനം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ശബ്ദം കേൾപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത ഒരു മാറ്റത്തിലേക്ക് ഞങ്ങൾ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലയിടത്തും അവർ മാറ്റത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലത്താണേലും അവർ അതുപോലത്തെ സ്ഥാനാർത്ഥികളെ ഇറക്കുന്നു. ഒരു പട്ടാള മേധാവിയായിരുന്ന ഒരാളെ കൊല്ലത്തിറക്കുന്നു. ഇവിടെ പോലീസ് ഓഫീസറായിരുന്ന സീനിയറായിരുന്ന IPS ഉദ്യോഗസ്ഥയെ DGP ആയിരുന്നയാളെ ഇറക്കുന്നു, ഇല്ലേ? അപ്പോൾ അവർ ഓരോ സ്ഥലത്തും ഓരോ സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിന് കിടപിടിക്കുന്ന വിധത്തിൽ ഇപ്പം അവർക്ക് അത്രയും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വോട്ടും കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർക്ക് ഉണ്ടാക്കുന്ന ആ ബേസിന് ഒപ്പം നിൽക്കാനായിട്ട് ഒരു സ്ട്രാറ്റജി ഇടാൻ കഴിയണ്ടേ? അത് കോൺഗ്രസിന് കഴിയും. മുൻപ് തരൂർ ഇങ്ങനെ പറയുമ്പോൾ K. മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ ഇവർ രണ്ടുപേരുമായിരുന്നു അതിശക്തമായിട്ട് എതിർത്തിരുന്നത്. ഇപ്പം കുറച്ച് നാളായിട്ട് അവരും നിശബ്ദരാണ്. അല്ല, അതിപ്പം കേന്ദ്രം പോലും ഇടപെടുന്നില്ല. പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യം എന്താ? അവർ വെറുതെ നാറാമെന്നല്ലാതെ അവർക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല. ഇപ്പം പാർട്ടി തന്നെ തീരുമാനം എടുത്തിരിക്കുകയാണ്, ഇത് മൗനമാണ് നല്ലത്. മൗനമല്ല നല്ലത്. ചിലർ നമ്മളെ ഭയങ്കരമായിട്ട് അധിക്ഷേപിച്ച് കരിവാരി എറിയുമ്പോൾ ഒന്നുകിൽ അല്ല അകറ്റി നിർത്തിയിട്ട് മൗനം പാലിച്ചോ, ശരി ഞങ്ങളിതാ പുറത്താക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ സെൻഷർ ചെയ്തിരിക്കുന്നു, എന്തെങ്കിലും ഒരു നടപടി വേണ്ടേ? മിനിമം 6 മാസത്തേക്ക് ഞങ്ങൾ ഇദ്ദേഹത്തെ സെൻഷർ ചെയ്ത് നിർത്തിയിരിക്കുന്നു എന്തെങ്കിലും പറയാമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിളർത്തുക എന്നുള്ളതാണോ ലക്ഷ്യം ആത്യന്തികമായിട്ട്? ആദ്യന്തമായ ലക്ഷ്യം അദ്ദേഹത്തിന് പുറത്തു പോകണം, തരൂരിന് പുറത്തു പോകണം. പിന്നെ തരൂരിന് പുറത്തു പോകുമ്പോൾ ചുമ്മാ പോകാൻ പാടില്ല എന്ന് തരൂരിനെ പുറത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നാൽ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ പറയുന്നുണ്ട്. നിങ്ങളവിടെ ചുമ്മാ ഒറ്റയ്ക്ക് പോന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾ വരുമ്പോൾ ഒരു കഷ്ണം കൂടി കൊണ്ടുവരേ, നമുക്ക് അത് വെച്ചിട്ടൊരു കളി കളിക്കാം. നിങ്ങൾക്കാണെങ്കിൽ BJP ചേരാനൊക്കെ വലിയ ബുദ്ധിമുട്ടുമുണ്ട്. ഒരു തരൂർ കോൺഗ്രസോ അല്ലെങ്കിൽ അവിടുത്തെ വേറെ ആരാണ് എതിർത്ത് നിൽക്കുന്നത്, അവരുടെ ഒരു കോൺഗ്രസോ ആയിട്ട് നിങ്ങൾ നിൽക്കും. മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായിട്ട് നിൽക്കുക. ഘടകകക്ഷി പോലും വേണ്ട. അപ്പോൾ NDA ആയിട്ടൊന്നും ഞങ്ങൾക്ക് വലിയ ബന്ധമൊന്നുമില്ല, ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. പിന്നെ മത്സരിക്കുമ്പോൾ ചില സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഞങ്ങൾ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. ഒരു സൗഹൃദ മത്സരം പോലുമല്ല, ചില സീറ്റ് അറേഞ്ച്മെന്റ്സ് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കും. ഇങ്ങനെ സംഭവിക്കാനാണ് നോക്കുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് കോൺഗ്രസ് നോക്കുന്നത്. അതുകൊണ്ടാണ് പുറത്താക്കുന്നത്. നടക്കുമെന്ന് തോന്നുന്നില്ല കോൺഗ്രസിന്റെ കാര്യം. അത് വലിയ പാടാണ്. പുറത്താക്കിയില്ലെങ്കിൽ അകത്ത് അഗ്നിക്കിരയാക്കും. അതുകൊണ്ട് പുറത്താക്കുന്നതാണ് നല്ലത്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.